साथियों, വിശ്വസ്ത പരീക്ഷാ പദ്ധതി ഏതാണെങ്കിൽ ഇന്നലത്തെ ജിയുടെ ഫ്രണ്ട്സ് വിളി നിന്നിട്ട് സത്യവും ആക്കിയിട്ടുണ്ട്. പക്ഷേ ജി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെല്ലാവരും കേട്ടോ. വെറുതെ എന്തിനാണ് ജി ഇങ്ങനെ ആളെ പറ്റിക്കുന്നത് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ജി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പേ ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ തന്നെയല്ലേ. കഴിഞ്ഞ 12 വർഷമായിട്ട് ജി തന്നെയല്ലേ ഭരിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് കൊണ്ടുവന്ന ഒരു ബില്ല് തന്നെയല്ലേ ജി വീണ്ടും നമ്മളിങ്ങനെ വെട്ടിത്തിരുത്തിയെന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ പരീക്ഷ ഈ ചോർച്ചകളിലോ ലീക്കിലോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നോ ജി? എന്താണ് ജി വെറും ഒരു ഡ്രാമ ക്യൂ എന്നൊക്കെ പറഞ്ഞ പോലെ ജി വെറും ഈ പറഞ്ഞ പാവം ഈ ജെൻസിനെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയതാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ജി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾ അതായത് 2024 ഈ ഒരു ബില്ല് ഏതാണെന്ന് അറിയാത്ത ആളുകൾക്ക് ചിലപ്പം ജി വലിയ എന്തോ ഒരു സംഭവം ചെയ്ത മാതിരിയൊക്കെ തോന്നും. അതൊന്നും അല്ല സത്യത്തിൽ. ഇത് ജി വെട്ടിത്തിരുത്തിയതാണ്. ആ വെട്ടിത്തിരുത്തൽ മാത്രമേ ഇന്നലെ നടന്നിട്ടുള്ളൂ. ജി ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ജി ഹിന്ദി പറഞ്ഞതുകൊണ്ടേ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് നമുക്കൊന്ന് മലയാളത്തിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ജി തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു: സത്യവും വിശ്വസനീയമായിട്ടുള്ള ഒരു പരീക്ഷാ രീതി കെട്ടിപ്പടുക്കുന്നതിനായിട്ട് ടാക്സ് ഫോഴ്സുകളെ രൂപീകരിച്ചിട്ടുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് സംവിധാനങ്ങൾ, വിവിധ സംസ്ഥാനങ്ങൾ സർക്കാരുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കൽ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നടപടി തുടർച്ചയായി സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ. ചോദ്യപേപ്പർ ചോർച്ച പരിഹരിക്കുന്നതിനായിട്ട് പതിറ്റാണ്ടുകളായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രങ്ങളിലെയും പരീക്ഷകളിൽ നടക്കുന്ന ചോദ്യപേപ്പർ ചോർച്ച വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്നുണ്ട്. അതിനാൽ രാജ്യവ്യാപകമായിട്ട് പരീക്ഷാ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഒരു AI സംഭവം നമ്മൾ ഈ റീവാലുവേഷന് ജി പറഞ്ഞിട്ടുള്ള ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ പേപ്പർ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതോ നാട്ടിൽ ഏതോ ഒരുത്തിൻ്റെ പേപ്പർ റീവാലുവേറ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിലോട്ട് കൊണ്ടുതരും. വല്ലാത്തൊരു സാങ്കേതിക വിദ്യ തന്നെയാണ് ജി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനൊക്കെ ജി ഏൽപ്പിച്ചിട്ടുള്ളത് കുറേ കാലങ്ങളായിട്ട് ബ്ലാക്ക് ലിസ്റ്റിൽ കിടന്ന ഒരു കമ്പനിക്കും. കൊള്ളാം, ജിയുടെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് തന്നെ പോട്ടെ. അടുത്ത ജി പറഞ്ഞിട്ടുള്ള കാര്യം പേപ്പർ മാഫിയകൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. അതായത് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കുന്ന പേപ്പർ മാഫിയകളെയും സംഘങ്ങളെയും കർശനമായിട്ട് ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം ഉറപ്പാക്കിക്കൊണ്ട് ശക്തമായിട്ടുള്ള നിയമനിർമ്മാണമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പറഞ്ഞ ബില്ലാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പാസ്സായി എന്ന് ജി പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഈ ബില്ല് 2 വർഷം മുമ്പ് പാസ്സായതാണ്. ആ ബില്ലിൽ ചെറുതായിട്ടൊരു അമെൻമെൻറ്റ്, ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് വരുത്തി. അതായത് എത്ര ചെയ്തിട്ട് ഈ പരിപാടി നടക്കുന്നുണ്ടെന്ന് കണ്ടപ്പം ജി എന്ത് ചെയ്തു? 5 വർഷം തടവുള്ളത് 10 വർഷമാക്കി കൊടുത്തു. ഇനി ആരും ഒന്നും തൊടൂല. അല്ല, 10 ലക്ഷം ഫൈനുള്ളത് നമ്മൾ 50 ലക്ഷമാക്കി കൊടുത്തു. ഇനി ആരും ഒന്നും ചെയ്യൂല. ഈ സംഭവം യഥാർത്ഥത്തിൽ ഇത് അറിയാത്ത ആളുകൾക്ക് സംഖ്യകളെ മാറ്റി നിർത്തും. ദൈവം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംഖ്യകളുടെ ദൈവം എന്ന് പറഞ്ഞാൽ സംഖ്യകൾ അതൊന്നും തിരുത്താൻ പോകുന്നില്ല. അറിയാത്ത ജൻസികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, അല്ലാത്ത ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ 2024 ഇതേ ബില്ല് കൊണ്ടുവന്നായിരുന്നു. ഈ ബില്ല് കൊണ്ടുവരിക മാത്രമല്ല, ഈ ബില്ല് അന്ന് പാസ്സാക്കിയിരുന്നു രാജ്യസഭയിലും ലോകസഭയിലും. ഇത് പാസ്സാക്കിയിട്ട് എന്ത് നടന്നു? ഒരു നടത്തൂല. അതിനുശേഷം കഴിഞ്ഞ 2 വർഷത്തിൽ ലീക്കായിട്ടുള്ള പരീക്ഷകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 50ന്റെ മേലെയാണ്. എന്നിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പിടിച്ചോന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഒരു തേങ്ങയും ഇവിടെ നടന്നിട്ടില്ല. പിടിച്ചവന്മാരൊക്കെ ഇപ്പം വീട്ടിലിരുന്ന് നല്ല പുട്ടും കടയിലും തിന്നുന്നുണ്ട്. അതായത് മുൻ ISRO ചെയർമാൻ കെ രാധാകൃഷ്ണൻ, അല്ല പേര് കെ രാധാകൃഷ്ണൻ്റെ അണ്ടറിൽ 2024 കൊണ്ടുവന്നിട്ടൊരു സമിതി, ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. 101 റെക്കമെൻഡേഷൻസ് ആയിരുന്നു അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ 101 റെക്കമെൻഡേഷൻ മുന്നോട്ട് വെക്കുക എന്നല്ലാണ്ട് അതിലൊരു കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ നമ്മുടെ ജിക്കും കൂട്ടർക്കും അന്ന് പറ്റിയിട്ടില്ല. അതേ നിയമം എടുത്തിട്ട് ഒന്ന് തിരിച്ച് ആമ്പടം മറിച്ച് ഇങ്ങോട്ടിട്ട് ജെൻസി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ നിയമം കൊണ്ടുവരുന്നു എന്നൊരു തള്ളി ജി ഇവിടെ അങ്ങ് തള്ളി. അത് മാത്രമാണ് ഇന്നലെ ജിയുടെ പ്രസംഗത്തിൽ നടന്നിട്ടുള്ളത്. അതല്ലാണ്ട് ഒരു മാറ്റങ്ങളും ഇവിടെ നടന്നിട്ടില്ല. 2024 പേപ്പർ ലീക്ക് ചെയ്തിട്ടുള്ള സഞ്ജീവ് എന്ന് പറഞ്ഞിട്ടുള്ള സഞ്ജീവ് മുഖ്യ എന്ന് പറഞ്ഞിട്ട് ആളെ അന്ന് അറസ്റ്റ് ചെയ്തു. വിത്ത് പ്രൂഫായിരുന്നു കംപ്ലീറ്റ്ലി അയാൾക്ക് മേലുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത്. അയാളുടെ ഭാര്യനെ വരെ അയാൾ ജോലി രാജിവെപ്പിച്ചിട്ട് ഈ ഒരു പേപ്പർ ലീക്ക് സംഘത്തിലോട്ട് കയറ്റിയതിൻ്റെ പ്രൂഫ് വരെ ഉണ്ടായിട്ട് പോലും 6 മാസം കഴിഞ്ഞപ്പോൾ CBI ഇയാൾ ഒരു BJP പ്രവർത്തകനാണ്, അതുകൊണ്ട് ഇയാൾക്കെതിരെ ഒരു തരത്തിലുള്ള എന്താ പറയുക അലിഗേഷൻസ് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ വെറുതെ വിട്ടു. ഇനി 2026 2027 2028 ഈ ജി ഭരിക്കുന്ന കാലത്തോളം ആരൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ ഒരു കേസും തെളിവുണ്ടാവാനും പോകുന്നില്ല. അവന്മാർ BJPയുടെ പാലും തൂങ്ങി ഇങ്ങനെ ആടിപ്പാടി നടക്കും രാജ്യത്തെ. ഈ പറഞ്ഞ ജെൻസി എന്നല്ല, ജെൻ ആൽഫ വന്നോട്ടെ, ജെൻ ബീറ്റ വന്നോട്ടെ, ആര് വന്നു കഴിഞ്ഞാലും നിങ്ങളൊക്കെ മുഞ്ചിക്കൊണ്ടിരിക്കും. BJPയുടെ നേതാക്കൾ അവരുടെ മക്കളും അവരെ താങ്ങി നടക്കുന്ന അല്ലെങ്കിൽ അവരെ ഇഡിയറ്റുകൾ, ആ ദൈവങ്ങളാണെന്ന് വിചാരിച്ച് നടക്കുന്ന ഇഡിയറ്റ് ആയിട്ടുള്ള അന്ധഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ജി വെറുതെ ആളെ പറ്റിക്കാനാണ് ഇന്നലെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അല്ലാണ്ട് ജി പുതുതായിട്ട് കൊണ്ടുവന്ന നിയമമൊന്നുമല്ല ഇന്നലെ പാസ്സായിട്ടുള്ളത്. പിന്നെ ജി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സുതാര്യവും വിശ്വസനീയവുമായിട്ടുള്ള പരീക്ഷാ സമ്പ്രദായം
ആദായം ഉറപ്പാക്കുന്നതിന് ഈ ബില്ല് പാസ്സാക്കിയതിൽ നിർണായക നേട്ടമാണ് വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായിട്ട് എല്ലാവരും കൈകോർക്കണം. അതെ, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ജന്തർ മന്ദർ എല്ലാവരും കൈകോർത്തത്. കഴിഞ്ഞ 12 വർഷമായിട്ട് വികസനത്തിൽ തൊളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ജിയെയും ജിയുടെ കൂട്ടരെയും മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും മാറ്റി നിർത്താൻ പറ്റും എന്നുള്ള രീതിയിൽ അയാളപ്പം മാറ്റി നിർത്തിയതും രാജിവെപ്പിച്ചതും. ഏതായാലും ജിക്കും കൂട്ടർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലുള്ളത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഇന്നലെ പ്രിയങ്ക ഗാന്ധി ചോദ്യപേപ്പർ ചോർച്ചയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല മല്ലികാർജ്ജുൻ ഖാർഗെ ചോദ്യപേപ്പറിന്റെ കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി ചോദ്യപേപ്പറിന്റെ കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ഓം ബിർള, അതായത് നമ്മുടെ എന്താ പറയുക സ്പീക്കർ 2 മിനിറ്റോടെ മതി, ഇനി ഇവിടെ ഒരു പരിപാടിയും ഇല്ലാതെ പറഞ്ഞ ഒറ്റ ഓട്ടാണ് സഭ അവിടെ അങ്ങനെ സ്തംഭിപ്പിക്കുക. അതായത് സംസാരിക്കാൻ സമ്മതിക്കില്ല, ഈ കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ സമ്മതിക്കില്ല. ജി ഇടക്ക് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ട് ഓടുക എന്നല്ലാതെ ജിയുടെ താഴത്ത് ഇത്രയും ആളുകളെ ലാത്തി വെച്ചടിച്ച്, ലാത്തിയുടെ തുഞ്ചത്ത് നല്ല ആണി വെച്ച് കോർത്ത് വെച്ചടിച്ച്, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച്, AK-47 ഉപയോഗിച്ച് തല്ലിച്ചതച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ സാധനവും അല്ലെങ്കിൽ ആ പറഞ്ഞ അതിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുള്ള ആളും ഇന്നലെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പാർലമെന്റിന്റെ പടിയിൽ അടുത്തോട്ട് പോലും വന്നിട്ടില്ല. ഓഫീസിൽ വരും, തിരിച്ചു പോകും. ഓഫീസിലോട്ട് അയാളിട്ട ഡ്രസ്സിന്റെ മേന്മ പറയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ബോധി മീഡിയകളെയും കൊണ്ട് നടക്കും. അതാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങാനും അമിട്ട് ഈ പറഞ്ഞ പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബ അടിക്കാന്നല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. കാരണം അടുപ്പിച്ചതും ആരാണെന്ന് നമുക്കറിയാം, അടുപ്പിച്ച ആളുകൾ ആരാണൊക്കെ അറിയാം, അതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുത്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ അമിട്ടിന് പോലും ഈ പാർലമെന്റിന്റെ അകത്തോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ. ഓഫീസിൽ വരിക, അവിടെ നിട്ട ഡ്രസ്സിന്റെ 4 ഫോട്ടോഷൂട്ട് എടുക്കുക, അത് ഗോതി മീഡിയ വലിയ വലിയ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോരുക, അത് വഴിക്ക് അങ്ങ് ഇറങ്ങിപ്പോവുക. ജീവന് ആ വഴിക്കേ പോയിട്ടില്ല. പുതിയ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലും അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് പാക്കിങ്ങിലൊക്കെ ആയിരിക്കാനാണ് ചാൻസ്. അതല്ലാണ്ട് വന്നു കഴിഞ്ഞാലും ജിക്കൊന്നും അവിടെ പറയാനില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ പറഞ്ഞ ഒരു മാധ്യമങ്ങൾക്കും വൈറ്റ് കൊടുക്കാത്ത അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വരാത്ത ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ രാജ്യം അല്ലെങ്കിൽ അപ്പുറത്തെ കാര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞാലും മിണ്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഒരു കാലത്ത് പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച സാധനമായിരുന്നു രാം മന്ദിർ ഉണ്ടാക്കിയതും രാം മന്ദിറിന്റെ പ്രാണപ്രതിഷ്ഠയും അതിന് വേണ്ടിയിട്ടുള്ള ബയോളജിക്കൽ ദൈവം ഒക്കെ അന്ന് ഉണ്ടായതായിരുന്നു. അതിനുശേഷം അവിടുത്തെ ഏറ്റവും വലിയ കളവ് നടന്നിട്ട് പോലും ഇപ്പം അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. കാരണം ആ പൈസ പോയത് അന്ധഭക്തരുടെ കാശാണ് പോയത്. ആ കാശ് എടുത്തിട്ടുള്ളത് ഇഡിയറ്റുകളായിട്ടുള്ള രാജ്യം ഭരിക്കുന്ന ടീമുമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു പേടിക്കാനില്ല, ഒരു ചർച്ച നടന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് പ്രതിപക്ഷം പാർലമെന്റിന്റെ മുമ്പിൽ ഒരു മോക്ക് ഡ്രില്ല് നടത്തിയിരുന്നു. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് പപ്പു യാദവ് MP ആണ് ഇതിൻ്റെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഒരു രാം മന്ദിറിൻ്റെ മറ്റേ ഈ ഭണ്ഡാരവും പിടിച്ചിട്ട് പുള്ളി അങ്ങനെ ഇരിക്കുന്നു, ഒരു സ്വാമിയുടെ വേഷമൊക്കെ ഇട്ട് പുള്ളി ഇരിക്കുന്നു. പുള്ളിയുടെ അടുത്തോട്ട് ആര് കാശ് കൊണ്ടുപോയാലും അതിലിടാൻ സമ്മതിക്കാണ്ട് പോക്കറ്റിലോട്ട് ഇടുന്നു. ആ രീതിയിലുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സകല BJP ഭരണപക്ഷ MP-മാരെ ചൂളിച്ചു കൊണ്ടിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു ഇന്ന് ഈ പറഞ്ഞ ലോക്സഭയുടെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ നാണം കെട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള തോന്നൽ വെറുതെ ആണ്. ചോദ്യം ചെയ്യുന്നവരെ ഈ പറഞ്ഞ പാർലമെന്റിൽ മിണ്ടാൻ സമ്മതിക്കാത്തൊരവസ്ഥ. അതാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ രാജ്യത്തെ പാർലമെന്റിന്റെ അകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ജിക്കും തലവെക്കാൻ പറ്റുന്നില്ല, ജിയുടെ താഴത്തുള്ള അമിട്ടിനും തലവെക്കാൻ പറ്റുന്നില്ല, താഴത്തുള്ള സകല എണ്ണത്തിനും തലവെക്കാൻ പറ്റാതെ ഇങ്ങനെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചത്ത് ജീവിക്കുന്ന കുറേ ഐറ്റം. അതാണ് ഇപ്പോൾ നമ്മളെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും പാർട്ടിയുടെ ഭരണ നേതാക്കളും.